ഗോഡ്സെ പ്രകീർത്തനം നടത്തിയ കോഴിക്കോട് NITയിലെ അധ്യാപിക ഷൈജ ആണ്ടവന് ജാമ്യം. കുന്നമംഗലം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കോടതിയിൽ നേരിട്ട് ഹാജരായ ശേഷം ജാമ്യാപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെ ഷൈജ ആണ്ടവന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, വിവരങ്ങൾ എന്തൊക്കെ? ഗോകുൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഷൈജ ആണ്ടവനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതോടൊപ്പം വിവാദമായ പോസ്റ്റിട്ട മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തതാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇന്ന് ഷൈജ ആണ്ടവൻ കുന്നമംഗലം കോടതിയെ നേരിട്ട് സമീപിച്ചത്. കോടതിയിൽ ഹാജരായ ശേഷം ജാമ്യാപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് കോടതിയെ സമീപിച്ചത്. തുടർന്ന് കുന്നമംഗലം പോലീസിനോട് വിശദീകരണം തേടി കോടതി. കുന്നമംഗലം പോലീസ് നൽകിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഷൈജ ആണ്ടവന് ഉപാധികളില്ലാതെ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇനി കേസുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം പോലീസിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കുന്നമംഗലം ഈ കോടതിയുടെ പ്രത്യേക അനുമതി കൂടി ആവശ്യമാണ്. ഷൈജ ആണ്ടവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു നടപടി കൂടിയാണ്. അതോടൊപ്പം ഈ കോടതി നടപടികൾ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷൈജ ആണ്ടവനെ കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ജിനീഷ്, നവാസ തുടങ്ങി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കോടതിക്ക് പുറത്ത് വെച്ച് ഷൈജ ആണ്ടവനെ കരിങ്കൊടി കാണിച്ചത്. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. NIT അധ്യാപിക ഗോഡ്സെ പ്രകീർത്തിച്ച് പോസ്റ്റിട്ടതിന്റെ പേരിൽ നിയമ നടപടികൾ നേരിടുന്ന ഷൈജ ആണ്ടവന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഉപാധികളില്ലാതെയാണ് ജാമ്യം എന്നതും ശ്രദ്ധേയമാണ്.